എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കമൻസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പവർ പോയിന്റിൻ്റെ ക്ലാസ് ചെയ്തത് ഒരുപാട് പേര് കണ്ടു. അപ്പോൾ അതിൻ്റെ ബാക്കി ക്ലാസ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ പവർ പോയിന്റിൻ്റെ ബാക്കി ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. നമ്മുടെ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമൊക്കെയാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് പവർ പോയിന്റിന്റെ ബാക്കി ക്ലാസ് ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് ഒരുപാട് പേര് ആ ഒരു ക്ലാസ് കണ്ടു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും അത് മനസ്സിലായി. ബാക്കിയുള്ള പാർട്ടുകൾ വേഗം തന്നെ ഇടണേ മിസ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പവർ പോയിന്റിന്റെ രണ്ടാമത്തെ ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ പവർ പോയിന്റിന്റെ രണ്ടാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതായത് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്നവർക്ക് വേണ്ടിയാണ്. നമ്മുടെ പഴയ ക്ലാസ് കാണുന്നവർക്കൊക്കെ ഇപ്പൊ അറിയാം. കാരണം നമ്മുടെ ഫസ്റ്റ് പാർട്ടിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പൊ ഡയറക്റ്റ് ക്ലാസ് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ക്ലാസ് കൂടെ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പവർ പോയിന്റിനെ നമ്മൾ ഈ ഒരു ടാസ്ക് ബാറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ടാസ്ക് ബാർ എന്ന് പറഞ്ഞാല് ഇതാ ഈ താഴെ കാണുന്ന ഈ ഒരു പോർഷൻ ആണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. അപ്പൊ അവിടോട്ട് നമ്മൾ ഈ പവർ പോയിന്റിനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇനിയിപ്പോ കുറെ ദിവസം പവർ പോയിന്റിന്റെ ക്ലാസ് നമുക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമുക്ക് പവർ പോയിന്റ് സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതിനെ ഈ ഒരു ടാസ്ക് ബാറിൽ കൊണ്ട് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ടാസ്ക് ബാറിൽ ഈ പവർ പോയിന്റ് എന്ന് കാണുന്ന ഈ ഒരു ഇമേജിൽ ജസ്റ്റ് എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പം ആ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. അപ്പൊ ഇത് എളുപ്പമാണ്. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി, നമ്മൾ ആദ്യമേ പഠിക്കുവാണ്. സോ നമുക്ക് ഇതിനകത്തെ ആവശ്യം എന്ന് പറയുന്നത് ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് തീമുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ബിൽറ്റിൻ ആയിട്ട് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ടെംപ്ലേറ്റുകളാണ് ഈ കാണുന്ന നീല കളറും മഞ്ഞ കളറും ചുമപ്പ് കളറും ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിലും നമുക്ക് എടുക്കാം. അല്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്ലാങ്ക് പ്രസന്റേഷൻ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇപ്പൊ പറയുന്നത് ഈ ഒരു നമ്മൾ തുടക്കമാണല്ലോ, നമ്മൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. സോ നമ്മൾ ഈ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ എടുത്താണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഈ ഒരു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബ്ലാങ്ക് പ്രസന്റേഷൻ സെലക്ട് ചെയ്യാം. ഇപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ഈ ഒരു മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അതിന്റെ ചുറ്റിനും ഒരു ബോക്സ് പോലെ നമുക്ക് കാണാം. അപ്പൊ ആ ബോക്സ് പോലെ വരുന്നതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പേജ്, ഇതാണ് പവർ പോയിന്റിന്റെ പേജ് എന്ന് പറയുന്നത്. ഈ മുകളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് ടാബുകൾ കാണാം. അപ്പൊ ഇതിനകത്തെ ടാബുകളെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ച MS വേർഡുമായിട്ടും MS എക്സലുമായിട്ടും ഒക്കെ സെയിം ആണ്. ഇതിന്റെ ഈ കാണുന്നതിലുള്ള അപ്പിയറൻസിൽ മാത്രമാണ് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പൊ എന്താണ് ബാക്കി കാര്യമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത്. അതായത് ഇങ്ങനെ ഒരു സ്ലൈഡ് ആണ് കാണുന്നത്. ഈ കാണുന്ന ഈ ഒരു സിംഗിൾ പേജിന് പറയുന്ന പേരാണ് സ്ലൈഡ്. അതായത് പവർ പോയിന്റിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പേജ് വരുന്നത്. ഈ കാണുന്ന സിംഗിൾ പേജിന് പറയുന്ന പേരാണ് സ്ലൈഡ്. അപ്പൊ ഈ ഒരു പേജിൽ എത്ര സ്ലൈഡ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം, ഒരൊറ്റ സ്ലൈഡേ ഇതിനകത്ത് ഉള്ളൂ. അപ്പൊ ഈ കാണുന്ന ഈ ഒരു വലിയ സ്ലൈഡിന്റെ ചെറിയ പിക്ചറാണ് നമുക്ക് ഈ സൈഡിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ഈസിലി അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര സ്ലൈഡ് ഉണ്ട് നമ്മുടെ പ്രസന്റേഷനിൽ എന്ന് ചോദിച്ചാൽ ഇവിടെ ഒറ്റ സ്ലൈഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ഒറ്റ സ്ലൈഡ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഒരു സ്ലൈഡ് അല്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര സ്ലൈഡ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വരുന്ന ക്ലാസ്സിൽ, അതായത് ഇതിന്റെ ബാക്കിയായിട്ട് പറയാം. ഇപ്പൊ പറയാൻ പോകുന്നത്, നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ലൈഡ് ആണ് വന്നത്. അപ്പൊ സ്ലൈഡ് എന്ന് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സ്ലൈഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരണം, ഈ കാണുന്ന സിംഗിൾ പേജിന് പറയുന്ന പേരാണ് സ്ലൈഡ്. അപ്പൊ ഈ സ്ലൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് 2 ടെക്സ്റ്റ് ബോക്സുകൾ കാണാൻ പറ്റും. അതായത് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാല്
നമ്മൾ ഈ കാണുന്ന ഇതൊരു ഫസ്റ്റ് ബോക്സ്, അതായത് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ബോക്സ് ആണ്. അതുപോലെ തന്നെ അതിന്റെ താഴത്തെ ബോക്സ് ആണ് ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് ടെക്സ്റ്റ് ബോക്സ് ആണ്. അതായത് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോക്സ് പോലെ കാണുന്നത്. അതായത് ഇത് ഒരൊറ്റ ബോക്സ് അല്ല, രണ്ടും രണ്ട് ബോക്സ് ആണ്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ബോക്സ് ആണ്. ഒരു ബോക്സിന്റെ പേരാണ് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, രണ്ടാമത്തെ ബോക്സിന്റെ പേരാണ് ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ. ഇനിയിപ്പോ നമ്മള് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഒരു അവതരണം തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യത്തെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മുടെ കയ്യിൽ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാനുണ്ട്. അപ്പൊ ആ മാറ്റർ നമുക്ക് ഇതിനകത്തോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആ മാറ്റർ വെച്ച് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാമെന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ. അപ്പൊ നമ്മുടെ പ്രസന്റേഷന്റെ ടൈറ്റിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. ഒന്നെങ്കിൽ അവസാനത്തെ ഭാഗം, അല്ലെങ്കിൽ ഫസ്റ്റ്, അല്ലെങ്കിൽ സെന്റർ, എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളത് അവിടുന്ന് പോയി. ഇനിയിപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ പ്രസന്റേഷന്റെ ടൈറ്റിൽ എന്നുള്ളത് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രസന്റേഷനിലുള്ള ടൈറ്റിൽ നമ്മൾ തയ്യാറാക്കിയത്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം ചെയ്തു. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളത് മാറ്റി നമ്മുടെ ടൈറ്റിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഒന്നുകിൽ ആദ്യം, അല്ലെങ്കിൽ അവസാനം, അല്ലെങ്കിൽ സെന്ററില്, നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതായത് ആ ഒരു പൊസിഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തപ്പോ തന്നെ ആ ഒരു കാര്യം അവിടുന്ന് പോയി. ഇനിയിപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടത്, അത് ജസ്റ്റ് നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു മാറ്റർ ടൈപ്പ് ചെയ്തു, ടൈറ്റില്. ഇനിയിപ്പോ നമ്മൾ ഈ ടൈപ്പ് ചെയ്തത് ഈ ഒരു ബോക്സ് പോലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ബോക്സ് പോലുള്ളത് മാറണമെങ്കിൽ ജസ്റ്റ് ഈ ബോക്സിന്റെ എവിടെയെങ്കിലും വെളിയിലൊന്ന് കണ്ടോ, ഇതിന്റെ എവിടെയെങ്കിലും വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ബോക്സ് അങ്ങ് മാറും. അപ്പൊ നേരത്തെ നമ്മള് ആ ഒരു ബോക്സ് പോലെ നമുക്ക് കാണണമെങ്കിൽ ഈ വെൽക്കം ടു മൈ പ്രസന്റേഷൻ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതൊരു ബോക്സ് പോലെ കാണാൻ പറ്റും. അപ്പൊ ഈ ബോക്സിനെ കളയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല്, നമ്മൾ ഈ കാണുന്ന ഇതിന്റെ വെളിയിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു പൊസിഷനിൽ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ വെളിയിൽ എവിടെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബോക്സ് അവിടുന്ന് പോകും. ഇനിയിപ്പോ സെയിം അതുപോലെ തന്നെയാണ് നമുക്ക് ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നുള്ളതിന്റെ നമുക്ക് ഇഷ്ടമുള്ള സബ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി സെയിം പ്രൊസീജിയർ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളതിന്റെ എവിടെങ്കിലും മൗസ് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് സബ് ടൈറ്റിൽ ആയി കൊടുക്കാനുള്ളത് ആ ഒരു കാര്യം ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ടൈറ്റിലും അതുപോലെ തന്നെ സബ് ടൈറ്റിലും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ പ്രസന്റേഷൻ ആവശ്യമായിട്ടുള്ള ടൈറ്റിൽ ടൈപ്പ് ചെയ്തു, അതുപോലെ തന്നെ സബ് ടൈറ്റിലും ടൈപ്പ് ചെയ്തു. അപ്പൊ ഈ സബ് ടൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബോക്സ് പോലാണ്. ആ ബോക്സ് കളയാനും സെയിം പ്രൊസീജിയർ ആണ്. ഇതിന്റെ വെളിയിൽ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് തയ്യാറായി. അതായത് ടൈറ്റിലും കൊടുത്തു, അതിനുവേണ്ടിയുള്ള സബ് ടൈറ്റിലും കൊടുത്തു. അപ്പൊ ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് പവർ പോയിന്റ് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളതിന്റെ എവിടെങ്കിലും മൗസ് ഇങ്ങനെ മൂവ് ചെയ്തൊന്ന് കൊണ്ടുവെക്കുക.
അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കർസർ വരും. കർസർ എന്ന് പറഞ്ഞാൽ മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആള്. കർസർ ഇരിക്കുന്ന പൊസിഷനിലായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം വരുന്നത്. ഇപ്പൊ കർസർ നമുക്ക് ഇവിടെ കാണാം. ഇനി ഇപ്പൊ നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? നമ്മുടെ ടൈറ്റിൽ എന്താന്ന് വെച്ചാൽ അത് നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഞാനൊരു കാര്യം ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ടൈറ്റിൽ ടൈപ്പ് ചെയ്തു. ഇനി അതേപോലെ തന്നെയാണ് നമുക്ക് ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നുള്ളത് കൊടുക്കേണ്ടതും. കാരണം ഇത് രണ്ടും രണ്ട് ബോക്സ് ആണ്. അപ്പൊ ഈ ഒരു ബോക്സ് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ സെയിം പ്രൊസീജിയർ ആണ്. എവിടെങ്കിലും മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി എന്താണ് നമുക്ക് സബ് ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത്? അത് കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഞാൻ സബ് ടൈറ്റിലൂടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ടൈറ്റിലും കൊടുത്തു, അതുപോലെ തന്നെ സബ് ടൈറ്റിലും കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ബോക്സ് പോലുള്ളത് മാറാൻ വേണ്ടി ഇതിന്റെ എവിടെങ്കിലും ഈ കാണുന്ന ഈ വെളിയിൽ എവിടെങ്കിലും മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് ഒക്കെ പോയി നല്ലൊരു പ്രസന്റേഷൻ ആയി വന്നു. ഇനിയിപ്പോ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഈ ഒരു ബോക്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബോക്സ് പോലെ കാണുന്നതിന്റെ ബോർഡറിൽ എവിടെങ്കിലും മൗസ് വെക്കുക. അതായത് ഈ സർക്കിള് പോലെ കാണുന്ന പൊസിഷൻ അല്ലാതെ ഈ നമുക്ക് വര കാണുന്ന ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അപ്പൊ വെച്ച് കഴിയുമ്പോൾ മൗസിന്റെ സൈൻ ഒരു കുരിശു പോലെ വരും. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് എങ്ങോട്ടാണോ ഇതിനെ മാറ്റേണ്ടത്, കണ്ടോ, അതുപോലെ മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ച് നീക്കാം. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ നമുക്കതിനെ ഡ്രാഗ് ചെയ്യാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, അതായത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ പൊസിഷൻ നമ്മൾ മാറ്റുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ബോക്സും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. സെയിം നമ്മൾ അതേലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബോക്സ് പോലെ കാണാം. അപ്പൊ ഈ ബോക്സ് പോലെ വന്നതിന് ശേഷം ഈ വര പോലെ കാണുന്ന, അതായത് നമ്മൾ ഈ സർക്കിളെ പിടിച്ച് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താലേ അതിന്റെ നീളം കണ്ടോ, ആ ഒരു ബോക്സിന്റെ ലെങ്ത് ആണ് കൂടുന്നത്. നമുക്കിപ്പോ ഇതിന്റെ പൊസിഷൻ മാറ്റാനാണ് ചെയ്യേണ്ടത്. അപ്പൊ പൊസിഷൻ മാറ്റാന് ഈ കാണുന്ന ഈ കണ്ടോ, ഈ ഏത് സൈഡിലായിക്കോട്ടെ ഈ വരയിൽ എവിടെയെങ്കിലും മൗസ് വെക്കുക. ജസ്റ്റ് നമ്മളിങ്ങനെ മൗസ് കൊണ്ടുപോകുമ്പോൾ തന്നെ മൗസിന്റെ സൈൻ ഒരു കുരിശു പോലാകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ച് നീക്കുക. കണ്ടോ, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിനെ മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ആ ഒരു ബോക്സ് പോകണമെങ്കിൽ ജസ്റ്റ് വെളിയിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ പൊസിഷൻ മാറ്റുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ടൈറ്റിലും അതുപോലെ തന്നെ സബ് ടൈറ്റിലും നമുക്ക് അതിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റും. അപ്പൊ പൊസിഷൻ മാറ്റാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്യുക. കാരണം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, പ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ മൗസ് അതിനകത്ത് എവിടെയെങ്കിലും വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ അങ്ങനെ പ്രസ് ചെയ്താലേ നമുക്ക് ഈ ഒരു ബോക്സ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ബോക്സ് വന്നതിന് ശേഷം ഇതിന്റെ ഈ ബോർഡറിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിപ്പോ ഏത് സൈഡ് ആയിക്കോട്ടെ, മുകളിലോ താഴെയോ സൈഡിലോ എവിടെ വേണേലും ആയിക്കോട്ടെ, ഈ ഒരു ബോർഡർ ലൈനിൽ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ നിരക്കുക. എന്ന് വെച്ചാൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് പൊസിഷൻ മാറും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊസിഷൻ ഇങ്ങനെ മാറ്റാം. അതുപോലെ തന്നെയാണ് സബ് ടൈറ്റിലും മാറ്റുന്നത്. ജസ്റ്റ് ആ ബോക്സ് ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് ബോക്സ് പോലെ വരണമെങ്കിൽ ഈ പ്രസന്റഡ് ബൈ ജിഷ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബോക്സ് കാണാൻ പറ്റുന്നത്. ഈ ബോക്സ് വന്നതിന് ശേഷം ഇതിന്റെ ബോർഡർ ലൈനിൽ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് പുറകോട്ടോ മുന്നോട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊസിഷൻ നമുക്ക് മാറ്റാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡ് പ്രസന്റ് ചെയ്തത്. ടൈപ്പ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ബോക്സ് മാറ്റാൻ പഠിച്ചു, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ബോക്സിന്റെ പൊസിഷൻ മാറ്റാനും പഠിച്ചു. അപ്പൊ വളരെ എളുപ്പമുള്ള കാര്യമാണ്, പ്രയാസമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ചെറിയ കാര്യമാണ് നമ്മൾ പഠിച്ചത്. പവർ പോയിന്റ് ഓപ്പൺ ചെയ്തു, അതുപോലെ തന്നെ ഓപ്പൺ ആയി വന്ന പേജിലെ ഫസ്റ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത്രയും കാര്യം ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറയാം. നമുക്ക് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് താഴെ കാണുന്ന
ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പവർ പോയിന്റിനെ. അതായത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ഈ ഒരു പവർ പോയിന്റ് ആണ്. അതായത് കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് ഇനിയിപ്പോ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇതിനെ പിൻ ചെയ്തു വെച്ചു. കാരണം എന്താണ്, നമുക്ക് വേറെ എങ്ങും പോയി ഇതിനെ തപ്പി നടക്കണ്ട. ജസ്റ്റ് ഈ ടാസ്ക് ബാറിൽ വന്ന് മൗസ് അതിലോട്ട് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തപ്പോൾ തന്നെ പവർ പോയിന്റ് ഓപ്പൺ ആയി വന്നു. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തെ ആവശ്യം ഈ ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ്. സോ ഈ ബ്ലാങ്ക് പ്രസന്റേഷനിൽ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വന്നത്. ഇതാണ് പവർ പോയിന്റിന്റെ ഡിഫോൾട്ട് പേജ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഒരു പേജ് കാണും, അതിനകത്ത് 2 ബോക്സും കാണും. അപ്പം ഫസ്റ്റ് ബോക്സ് അതുപോലെ തന്നെ സെക്കൻഡ് ബോക്സ്, ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേ കാണുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ മാറ്റാനൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഈ മുകളിലത്തെ കാര്യമൊക്കെ ടൂൾസ് ആണ്. അതൊക്കെ ഏകദേശം MS വേർഡുമായിട്ടോ അല്ലെങ്കിൽ MS എക്സലുമായിട്ടോ ഒക്കെ സെയിം ആണ്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ 1-2 ടൂൾസിനെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ കാണൂ. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അപ്പൊ അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട, എളുപ്പമാണ്, നമുക്ക് പഠിക്കാനൊക്കെ പ്രയാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന സിംഗിൾ പേജിന് പറയുന്ന പേരാണ് സ്ലൈഡ്. അപ്പൊ ഇനി അങ്ങോട്ട് സ്ലൈഡ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ ഓർക്കല്ലേ സ്ലൈഡ് എന്താ എന്ന് ആരും കൺഫ്യൂസ്ഡ് ആകല്. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു സിംഗിൾ പേജ്. അപ്പൊ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഈ ഒരു പേജിൽ എത്ര സ്ലൈഡ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പറയാം ഇതിനകത്ത് ഒരൊറ്റ സ്ലൈഡേ ഉള്ളൂ. കാരണം ഈ കാണുന്ന വലിയ ഒരു സ്ലൈഡിന്റെ ചെറിയ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണുന്നത്. സോ ഇവിടെ നമ്പരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊരു തർക്കവും ഇല്ലാതെ പറയാൻ പറ്റും ഒരൊറ്റ സ്ലൈഡേ ഇതിനകത്ത് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനകത്ത് ഒറ്റ സ്ലൈഡേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര സ്ലൈഡ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മുടെ വരുന്ന ക്ലാസ്സുകളിൽ പറയാം. എല്ലാം കൂടെ നമ്മൾ ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ മെമ്മറിയിൽ നമുക്കത് സ്റ്റോർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞു, നമ്മൾ ഓപ്പൺ ചെയ്തപ്പോ ഇങ്ങനെ ഒരു പേജാ വന്നത്. അപ്പൊ ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിലും സെമിനാർ തയ്യാറാക്കുന്നവരും ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രസന്റേഷന്റെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു ബോക്സിൽ ജസ്റ്റ് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ വരും. കർസർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ ആണ്. അതായത് ഒരു ലൈൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കർസർ. അതായത് മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ് ഈ ഒരു കർസർ. അപ്പൊ കർസർ വന്നതിന് ശേഷം നമുക്ക് എന്താണോ നമ്മുടെ ടൈറ്റില് അത് നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ അടുത്ത് ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ആ ബോക്സ് നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് രണ്ടും സെപ്പറേറ്റ് ബോക്സ് ആണ്. സോ ഇതിനകത്ത് വരണമെങ്കിൽ ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്തതിനു ശേഷം എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള സബ് ടൈറ്റിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റിലും അതുപോലെ തന്നെ സബ് ടൈറ്റിലും നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സ്ലൈഡിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ ഒരു ബോക്സ് പോലെ നമ്മളിത് ക്ലിക്ക് ചെയ്തപ്പം ഇതിനകത്തൊരു ബോക്സ് പോലാണ്. അപ്പൊ ഈ ബോക്സ് പോലുള്ളത് മാറണമെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഏതെങ്കിലും ഒരു വെളിയിലത്തെ പോർഷനിൽ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ബോക്സ് പോലുള്ളത് പോകും. പിന്നെ പറഞ്ഞത് ഈ ഒരു ബോക്സ് പോലുള്ളതിനെ നമുക്ക് മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വെൽക്കം ടു മൈ ക്ലാസ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ അതൊന്ന് വെൽക്കം ടു മൈ ക്ലാസ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരുന്നത്. അപ്പൊ ഈ ബോക്സ് വന്നതിന് ശേഷം ബോക്സിന്റെ ഈ കാണുന്ന ഏതെങ്കിലും ഒരു ബോർഡർ ലൈനില്, നമ്മൾ ഈ കാണുന്ന റൗണ്ട് പോലല്ല, അല്ലാതെ ഈ ലൈനിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് മൗസ് വലിച്ച് നമുക്ക് നീക്കാം. നീക്കുന്ന അനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം മാറും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റിലിനെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനായിട്ട് പറ്റുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു സബ് ടൈറ്റിൽ മാറ്റണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. ജസ്റ്റ് ഈ പ്രസന്റഡ് ബൈ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവിടെ ആ ഒരു ബോക്സ് വരുന്നത്. ഇനി ആ ബോക്സ് വന്നതിന് ശേഷം നമ്മൾ ഈ മൗസ് ഇതിന്റെ ഈ ബോർഡർ ലൈനിൽ എവിടെയെങ്കിലും വെക്കുക. അപ്പൊ വെച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു കുരിശു പോലെ ഒരു സൈൻ ആകും മൗസിന്റേത്. അപ്പൊ ആ ഒരു സൈൻ വന്നതിന് ശേഷം ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും
മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിനെ മാറ്റി വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനിയും സെയിം ആണ്. ഈ ഒരു ബോക്സ് പോകണമെങ്കിൽ ഇതിന്റെ എവിടെങ്കിലും വെളിയിൽ എവിടെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രസന്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യമേ പഠിച്ചുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. എന്നാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇത് എളുപ്പമായോ, അതിലുപരി നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് കൂടെ പറയണം. എല്ലാവരും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പവർ പോയിന്റിന്റെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പവർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ആവർത്തിച്ച് 2-3 തവണയൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം സിസ്റ്റമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കുക. നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.